ഹായ് നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ OTT റിലീസായിട്ടുള്ള കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസായി അധികം റെസ്പോൺസ് ഇല്ലാഞ്ഞ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. റെസ്പോൺസ് ഇല്ലാഞ്ഞ ഒരു പടത്തെക്കുറിച്ച് റിവ്യൂ പറയാനാണ്. അന്നപൂരാണി ദ ഗോഡസ് ഓഫ് ഫുഡ്. നയൻതാര ലീഡിംഗ് റോളിൽ അഭിനയിച്ച നയൻതാര ഇന്നാൻഡാസ്, നമ്മൾ പണ്ട് ലാലേട്ടൻ പറയുന്നത് മോഹൻലാൽ ഇന്നാൻഡാസ് എന്നൊക്കെ പറയുന്നത് നയൻതാര ഇന്നാൻഡാസ് എന്ന് പറയുന്ന ഒരു മൂവി. ഒരു സൂപ്പർ സോഫ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഇതിനെ പറയാം. വെറൈറ്റി, പക്ക വെറൈറ്റി തീം. ഇതിനു മുമ്പ് ഫുഡി മൂവീസ് നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട്, ഉസ്താദ് ഹോട്ടലൊക്കെ പോലെ. അതൊരു വെറൈറ്റി മൂവിയായിരുന്നു. എന്നാൽ അന്നപൂരാണി എന്ന് പറയുന്ന ഈ മൂവി ദ ഗോഡസ് ഓഫ് ഫുഡ് ലീഡിംഗ് കഥ, അതായത് ഒരു ഷെഫ്, ലേഡി ഷെഫിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. അത് തുറന്ന് പറയാമല്ലോ, അതാണ് എൻ്റെ സിനോപ്സിസ് എന്ന് പറയുന്നത്. ആ ലേഡി ഷെഫിനെ കുറിച്ച് കേന്ദ്ര കഥാപാത്രമായി നയൻതാര വരുന്ന ഒരു സ്റ്റോറി, ഒരു മൂവി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല അടുക്കും ചിട്ടയോടും കൂടി, വളരെ സോഫ്റ്റ് ആയിട്ട്, എന്നാൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പടം. നീലേഷ് കുമാറാണ് ഇതിൻ്റെ, നീലേഷ് കൃഷ്ണ ഇതിൻ്റെ സംവിധാനം, രചന എല്ലാം അദ്ദേഹം തന്നെയാണ്, സ്ക്രീൻ പ്ലേ എല്ലാം. അപ്പോൾ ഇത്രയും നല്ലൊരു പടം എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല? ഞാൻ പറയാം, ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഞാൻ പല പടങ്ങളും ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവീസ് ആണ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എറണാകുളം പോയി കാണുന്നത്, അല്ലെങ്കിൽ കൊച്ചി പോയി കാണുന്നത്, ചേർത്തലയിൽ ചിലപ്പോൾ കാണാം. പക്ഷേ ഈ പടം ആദ്യത്തെ ദിവസം തൊട്ട് ഞാൻ കാത്തിരുന്നു. 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. ആദ്യത്തെ ദിവസം ആളില്ല, രണ്ടാമത്തെ ദിവസം ആളില്ല, മൂന്നാമത്തെ ദിവസം തിയേറ്ററുകാർ ആളില്ല. അത് പടം ഓടിക്കത്തില്ല, നമുക്ക് അവരെ എന്ത് പറയാൻ പറ്റും? അങ്ങനെ പോയ ഒരു പടം, എനിക്ക് ഭയങ്കര മിസ് ചെയ്തൊരു പടം. പ്രത്യേകിച്ചും നയൻതാര എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്കത് മിസ് ചെയ്തായിരുന്നു. അല്ലാതെ ഡിസംബർ 1 ഇത് നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യപ്പെടുന്നത്. ജാനുവരി 1-2 വീക്കാണ് നെറ്റ്ഫ്ലിക്സിലാണ് ഇത് വന്നിരിക്കുന്നത്, OTT ആയിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പടം ഓടാഞ്ഞതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്നൊരു സത്യം, വളരെ വേദനയോടെ തിരിച്ചറിയുന്നൊരു സത്യം, നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു കലാമൂല്യ കുറവിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് അണിയറ പ്രവർത്തകർ നല്ല സിനിമകൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പം ഞാനും അവരെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ സിനിമകളും ഈ പറയുന്ന കലാമൂല്യമുള്ളതല്ല. എന്നാലും ചില കലാമൂല്യമുള്ള സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെടുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആ പടങ്ങൾ OTT വരുമ്പോൾ, OTT നമ്മളത് കാണുന്നത്. കാരണം ഈ റിവ്യൂവും കാര്യങ്ങളും കണ്ട് നമ്മൾ തിയേറ്ററിൽ പോകുന്നില്ല. OTT നിന്ന് കാണുമ്പോൾ ഇത്ര നല്ല പടം. അങ്ങനെ പല പടങ്ങളും എനിക്ക് അനുഭവത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആണ് അന്നപൂരാണി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ വിഷമം തോന്നി. കാരണം ഈ പടം തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഫാമിലി ഉൾപ്പെടെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമായിരുന്നു. അച്ഛനും പ്രത്യേകിച്ചും മകളുള്ള എല്ലാ അച്ഛന്മാരും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം. പെൺമക്കളുള്ള എല്ലാ ഫാമിലികളും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയായിരുന്നത്. ആ മൂവി എന്തുകൊണ്ടാണ് നമ്മുടെ റിവ്യൂവേഴ്സും നമ്മുടെ ജനങ്ങളും എൻ്റർടൈൻ ചെയ്യിക്കാഞ്ഞതും അംഗീകരിക്കാഞ്ഞതും എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ജനത്തിൻ്റെ കലാമൂല്യം കുറഞ്ഞു, ബോധം കുറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇന്ന് വേദനയോട് തിരിച്ചൊരു സത്യം, നമുക്കിപ്പോൾ ലിയോ പോലുള്ള അല്ലെങ്കിൽ വിക്രം പോലുള്ള പടങ്ങൾ, അതായത് ഇടി അടി തട, ഇതാണ് നമ്മുടെ ഒരു മോട്ടോ ആയി മാറി, പ്രത്യേകിച്ച് മലയാളികളുടെ എന്ന് എനിക്ക് തോന്നുന്നത്. ലിയോ എന്ന് പറഞ്ഞ പടം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ലിയോയെ കുറിച്ച് ഒരു വഹയ്ക്കും കൊള്ളാത്ത പഴയ അതേ വീഞ്ഞ് പുതിയ ഒരു വെറൈറ്റി കുപ്പിയിലിറക്കി, ഒരു ക്രിസ്റ്റൽ കുപ്പിയിലിറക്കി ഒഴിച്ചു തന്നു. അതാണ് ലിയോ ചെയ്തിരിക്കുക. അല്ലാതെ എന്ത് പ്രത്യേകതയാണ് ലിയോയ്ക്ക് ഉണ്ടായിരുന്നത്? ആ പടം കോടികൾ വാരി. എന്നാൽ വളരെ വെറൈറ്റി തീമായിട്ട് വന്ന, സത്യത്തിൽ വെറൈറ്റി തീമായിട്ട് വരുന്ന ഏതൊരു പടവും മലയാളികൾ വിജയിപ്പിക്കുന്ന ഒരു വിശ്വാസം ഉള്ളിൽ എനിക്കുണ്ടായിരുന്നു. അസേ മലയാളി എന്നല്ല, ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, ഇതൊന്നും അല്ല മലയാളികളുടെ പ്രശ്നം. മലയാളികളുടെ ബോധം മറിഞ്ഞിരിക്കുന്നു. മലയാളികൾക്ക് എന്തോ പറ്റിപ്പോയി. നല്ലൊരു പടം ഇറങ്ങിയിട്ട് അതൊന്ന് തിയേറ്ററിൽ പോയി വിജയിപ്പിച്ചു. ഇതിപ്പോൾ പലവായി. ഇപ്പം വേറൊരു പടം കൂടെ ഞാൻ OTT കണ്ടിട്ടുണ്ട്. അതിൻ്റെ പടം പേര് ഇപ്പം ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുവാണെങ്കിൽ പറയാം. അന്നപൂരാണി എന്ന പടം വളരെ നല്ല മൂവിയായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഒരു നല്ല സ്ക്രിപ്റ്റ്, നല്ല തീമാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തീം. ഫുഡി മൂവീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു തീം ആരും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും, പാട്ടായാലും, മേക്കപ്സ് ആയാലും, മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയാലും വളരെ മനോഹരമായിട്ട് അവർ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടോ സക്സസ് ആയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ബോധമില്ല. അതുങ്ങൾക്ക് എനിക്ക് അറിഞ്ഞുകൂടി. ഈ തട്ടുപൊളിപ്പൻ കണ്ടുള്ള ക്രൈം ത്രില്ലർ സീരീസ് കണ്ട് ഒരു നല്ല ഫാമിലി മൂവി കാണാനുള്ള മനസ്സോ ക്ഷമയോ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കില്ല എന്ന വേദനയോടെ ഞാൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞില്ലേ, ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഒക്കെ സൂപ്പർ മൂവിയാണ്. പള്ളിയിൽ നിന്ന് നിർബന്ധിച്ചിട്ട് വിട്ടുകൊണ്ട് കണ്ട ഫാമിലികളാണ് കൂടുതലും ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ ആ ഒരു മൂവി കണ്ടത്. അതുപോലെ അല്ല ഇത്. ഇറ്റ്സ് എ ഫാമിലി മൂവിയാണ്, ഫാമിലി ഡ്രാമ പ്ലസ് ഒരു മോട്ടിവേഷണൽ ഡ്രാമ കൂടാണ്. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ലത് കാണാൻ, നല്ലത് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് ഒരു ഞാൻ ഫുള്ളായിട്ടത് പറഞ്ഞാൽ തെറിയായിപ്പോൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിന് വിഷമമുണ്ടെങ്കിലും ഞാൻ ഇത് പറയുന്നത് OTT-യിലാണെങ്കിലും നിങ്ങൾ എല്ലാവരും മൂവി കാണണം. ഒരു സൂപ്പർ മൂവിയാണ്. ഒരു ഹീറോയിസം കാണിക്കുന്നതല്ല, മറിച്ച്
ഒരു നല്ല മോട്ടിവേഷണൽ മൂവി. അത് എല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് യുവതികളെല്ലാവരും കണ്ടിരിക്കണം. അവനൊരു സ്വപ്നം തേടുന്ന എല്ലാ പെൺകുട്ടികളും ഈ മൂവി കണ്ടിരിക്കണം. ഓക്കെ, താങ്ക് യു.